പെരിങ്ങോം വെള്ളോറയിൽ യുവാവ് വെടിയേറ്റ് മരിച്ചു. എടക്കോം സ്വദേശി സിജോയാണ് മരിച്ചത്. നായാട്ടിനിടെ അബദ്ധത്തിൽ വെടികൊണ്ടത് എന്നാണ് വിവരം. മുഹമ്മദ് റഹീസ് വിശദാംശങ്ങളുമായി. റഹീസ്, ഇതിൽ സുഹൃത്ത് ഇതിനെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. ഇത് അബദ്ധത്തിനിടെ സംഭവിച്ചതാണ് എന്നതാണോ പോലീസ് അറിയിച്ചത്? അനുജ, നിലവിൽ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരവും അത് തന്നെയാണ്. അബദ്ധത്തിൽ വെടിപൊട്ടിയാണ് ഇദ്ദേഹം മരിച്ചത് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. എടക്കോം സ്വദേശിയായിട്ടുള്ള സിജോ ആണ് മരിച്ചത്. ഒപ്പം തന്നെ ഇദ്ദേഹത്തിന്റെ സുഹൃത്ത് ഷൈനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അതായത് ഇവർ സ്ഥിരമായിട്ട് ഇത്തരത്തിൽ നായാട്ടിന് ഇറങ്ങുമായിരുന്നു. കാരണം തൊട്ടടുത്തുണ്ട് ഒരു വലിയ റബ്ബർ എസ്റ്റേറ്റ് ഉണ്ട്. അവിടെ സ്ഥിരമായി ഇത്തരത്തിൽ പന്നി ഇറങ്ങാറുണ്ട്. അപ്പോൾ ഈ കാട്ടുപന്നിയെ വെടിവെക്കാൻ വേണ്ടി ഇവർ സ്ഥിരമായി ഇവിടേക്ക് പോകുമെന്നാണ് പോലീസ് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ പോകുന്നതിനിടയിലാണ് അബദ്ധത്തിൽ ഇന്ന് പുലർച്ചെ ഏതാണ്ട് ഒരു 5:30 വെടികൊള്ളുന്നു. അങ്ങനെ ഈ റബ്ബർ തോട്ടത്തിൽ വെച്ച് തന്നെയാണ് ഈ സിജോയുടെ മൃതദേഹം കണ്ടെത്തുകയും ചെയ്തത്. അതിന് പിന്നാലെ തന്നെ ഷൈനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിന്റെ പക്കൽ നിന്നും തോക്കുകളും മറ്റുമൊക്കെ, നാടൻ തോക്കുകളൊക്കെ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം പോലീസ് നടത്തിയ ഒരു അന്വേഷണത്തിൽ ഇയാളുടെ പക്കൽ നിന്നും അബദ്ധത്തിൽ വെടിപൊട്ടിയതാണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഇന്നലെ തന്നെ ഇവർ ഇന്നലെ പുലർച്ചെ നായാട്ടിന് പോകുന്നതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചതിന്റെ വിവരങ്ങളൊക്കെ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നും ഒരു അസ്വാഭാവികത ഇതുവരെയും തോന്നിയിട്ടില്ല. എന്തായാലും നിലവിൽ പെരിങ്ങോം പോലീസ് സിജോയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. അതിൽ നിന്നും ഷൈനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. കാര്യമായിട്ടുള്ള ഒരു മൊഴിയിലെ വൈരുദ്ധ്യമൊന്നും കണ്ടെടുത്താൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും പയ്യന്നൂർ ഡിവൈഎസ്പിയും സംഭവസ്ഥലം സന്ദർശിച്ചിട്ടുണ്ട്. അദ്ദേഹവും നിലവിൽ ഏതെങ്കിലും തരത്തിൽ മറ്റു പ്രശ്നങ്ങൾ ഇവർക്കിടയിൽ ഉണ്ടായിരുന്നു എന്ന് അന്വേഷിച്ചു വരികയാണ് എന്നാണ് പറഞ്ഞത്. എന്തായാലും ഇദ്ദേഹത്തിന്റെ മൃതദേഹം തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടത്തിനൊക്കെ ശേഷമാകും സംസ്കാരം നടക്കുക. നിലവിൽ കസ്റ്റഡിയിലാണ് എന്നുള്ളത് മാത്രമാണ് വിവരം. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും അസ്വാഭാവികത ഉള്ളതായി കണ്ടെത്തിയിട്ടില്ല. അനുജ, മുഹമ്മദ് റഹീസാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.